ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇന്ന് നമ്മൾ ലഞ്ചിന് ഉണ്ടാക്കാൻ പോകുന്നത് പയറുപ്പേരി, പിന്നെ സാമ്പാർ, ചിക്കൻ പൊരിച്ചത്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ലാസ്റ്റ് വരെ കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പയറൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞെടുത്ത പയറാണിത്. ഇനി നമ്മളിത് നല്ലോണം കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ ഇത് കഴുകിയൊക്കെ എടുത്തു. പിന്നെ കുറച്ച് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കൊട്ടക്കൈയിലൊക്കെ ഇട്ടിട്ടാട്ടോ കഴുകുണ്ട്. പയറൊക്കെ കഴുകി ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത് പോയി നോക്കിയപ്പം അവിടെ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് മാറ്റിയതിന് ശേഷം ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ തീയൊക്കെ കെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓലക്കൊടിയൊക്കെ കത്തിച്ച് വീണ്ടും തീ കത്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ തീയൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മൾ ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കടുകിട്ട് കൊടുക്കണമല്ലോ. കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നതിന് ശേഷം കഴുകി വെച്ച പയർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പയറിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ചകിരിൻ്റെ കണലിലാണ് കേട്ടോ ഈ പയർ അടുപ്പിൽ വേവുണ്ട്. പയറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചട്ടി അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇതാണ് കേട്ടോ, നല്ല അടിപൊളി പയറുപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ചിക്കൻ പൊരിക്കണം. ആദ്യം ഞാൻ വിചാരിച്ചത് ചിക്കൻ കറി ഉണ്ടാക്കാമെന്നായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു ചിക്കൻ പൊരിച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന്. അതാണ് പെട്ടെന്ന് പരിപ്പ് അപ്പം വെള്ളത്തിലിടേണ്ടിയൊക്കെ വന്നിട്ട്. ഈ പരിപ്പായതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. പരിപ്പൊക്കെ വെള്ളത്തിലിട്ട് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ കുക്കർക്കൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉള്ളായിരുന്നു, അതൊക്കെ വെച്ചുകൊണ്ട് അതെല്ലാം അരിഞ്ഞെടുത്ത് സാമ്പാർ പൊടിയും പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വിറകടുപ്പിൽ തന്നെ കേട്ടോ അത് വേവിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെമ്പട്ടിയിലാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കേണ്ടത്. വേറെ ഒന്നുമല്ല, ചട്ടി ചെറുതായിട്ടൊന്ന് പൊട്ടി കഴിച്ചു, അതുകൊണ്ട് നമ്മൾ ചെമ്പട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ സാമ്പാറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കുക്കറിൽ വേവിക്കാൻ വെച്ച പരിപ്പുണ്ടല്ലോ, അത് വെന്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പരിപാടിയാണ് ചിക്കനൊന്ന് കഴുകി വൃത്തിയാക്കണം. ഞാൻ ചിക്കൻ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മസാലയൊക്കെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സാമ്പാർക്കുള്ള തേങ്ങ വറുക്കാൻ വേണ്ടിയുള്ള തേങ്ങ ചിരക കേട്ടോ. അങ്ങനെ കുറച്ച് തേങ്ങയൊക്കെ ചിരകി കഴിഞ്ഞതിന് ശേഷം വിറകടുപ്പിൽ തന്നെ കേട്ടോ അതും നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ തേങ്ങയൊക്കെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അരച്ചെടുക്കണമല്ലോ. അങ്ങനെ മിക്സിൻ്റെ ജാറിലിട്ട് അത് അരച്ച് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പിൽ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായി ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിങ്ങാട് ഇട്ടിട്ട് അങ്ങനത്തെ സംഭവം കേട്ടോ. പിന്നെ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ ചട്ടിയിൽ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേന് ഈ സൈഡിലെ ചിക്കൻ കുറച്ച് വെന്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ മറിച്ചിട്ട് കൊടുത്ത് പിന്നെ അരച്ച് വെച്ച സാമ്പാർക്ക് പുളിവെള്ളവും അരപ്പും കൂടിയൊക്കെ കലക്കി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ അതിൻ്റെ ഇടയിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ സാമ്പാർക്കുള്ള സംഭവങ്ങൾ ഒക്കെ റെഡി ആയതിൻ്റെ ശേഷം നമ്മൾ താളിച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കടുകും വറ്റൽമുളകും കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ സാമ്പാർ. പിന്നെ ചിക്കനൊക്കെ നമ്മൾ ആ എണ്ണയിൽ തന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയതിൻ്റെ ശേഷം പൊരിച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മളെ ലഞ്ച്. അപ്പോൾ കറികളൊക്കെ ഞാൻ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ വീഡിയോ എടുത്തത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ലഞ്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.